ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. താൽക്കാലിക ചുമതല ഏൽക്കേണ്ടത് ആർക്ക് എന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. അത് വൈകിട്ടായിരിക്കും. അതേസമയം രാജിവെക്കാനുള്ള കെജ്രിവാളിന്റെ തീരുമാനത്തിനെതിരെ BJP രംഗത്തെത്തി. കെജ്രിവാളിന്റെ 48 മണിക്കൂർ സമയം നിഗൂഢമാണെന്നും നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നും BJP ആരോപിച്ചു. സുവി വിശ്വനാഥൻ ചേരുന്നു വിവരങ്ങളുമായി. സുവി, പകരം ആര് എന്നുള്ളത് ഒരു താൽക്കാലിക സംവിധാനം അത് ആലോചിക്കുന്നുണ്ടോ ആം ആദ്മി പാർട്ടി? ഒപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് തന്നെയാണോ തീരുമാനം? എൽദോ, അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടായേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഇന്ന് വൈകിട്ട് രാഷ്ട്രീയകാര്യ സമിതി ചേരുകയാണ്. അതിൽ രാഘവ് ചന്ദ്ര അതുപോലെ തന്നെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. AAPയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിനോട് ഒപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ കണ്ടെത്തുക എന്നത് ഏറെ ദുഷ്കരമാണ്. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനം അത് ഒരു സ്ത്രീ മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രി ആയാലോ എന്നും ഒരു ചോദ്യം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ അതിഷിയെയോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെയോ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇക്കാര്യത്തിലും ഇന്ന് വൈകിട്ടത്തോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആം ആദ്മി പാർട്ടി പറയുന്നത് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പുതിയ സർക്കാർ ഉണ്ടാക്കാനാകും എന്നാണ്. ഇന്നലെയാണ് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപനം നടത്തിയത്. നാളെ തന്നെ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും വലിയ തോതിലുള്ള ഉപാധികളാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും CMന്റെ ഓഫീസിൽ കയറാൻ പാടില്ല, ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വാങ്ങേണ്ടതില്ല, ചില ഫയലുകൾ മാത്രം ഒപ്പിട്ടാൽ മതി എന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇത് നിർവഹണത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ കൂടിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രാജിക്ക് ഒരുങ്ങുന്നത് എന്നാണ് സൂചന. ഏതായാലും നാളെ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കും എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഒപ്പം ഇന്ന് വൈകിട്ടത്തോടുകൂടി ആരായിരിക്കും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി എന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതാൻ സാധിക്കും. ശരി, സുധി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളാണ്, നാടകീയ നീക്കങ്ങളാണ്. വളരെ രൂക്ഷമായ വിമർശനമാണ് BJP ഉന്നയിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ.